ജനതയെ വിഭജിക്കണമെങ്കിൽ ആദ്യം അവരുടെ ചരിത്രത്തെ തിരുത്തണം, അല്ലെങ്കിൽ ആ ചരിത്രത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന അടയാളങ്ങളെ ഇല്ലാതാക്കണം. ഉത്തരേന്ത്യയിൽ കുറച്ചു കാലങ്ങളായി തുടരുന്ന പാഠപുസ്തക തിരുത്തലുകളുടെയും ബുൾഡോസർ രാജിന്റെയും യഥാർത്ഥ രാഷ്ട്രീയവും ഇതുതന്നെയാണ്. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ലോകത്തിന്റെ മനസ്സിൽ ആദ്യം തെളിയുന്ന ഒരു ചിത്രമുണ്ട്. പ്രണയത്തിന്റെയും അതുല്യമായ വെണ്ണക്കൽ വാസ്തുവിദ്യയുടെയും ആഗോള പ്രതീകമായ ലോക മഹാത്ഭുതങ്ങളുടെ പട്ടികയിലുള്ള താജ്മഹൽ. ഗ്യാൻവാബി മാതൃകയിൽ താജ്മഹലിലും ശാസ്ത്രീയപരമായ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപൊരു നോട്ടീസ് അയച്ചിരുന്നു. ഒറ്റ നോട്ടത്തിൽ തള്ളിക്കളയേണ്ട യാതൊരു ചരിത്രപരമായ തെളിവുകളുമില്ലാത്ത ഒരു ഹർജിയെ കോടതി ഇത്തരത്തിൽ ഗൗരവത്തോടെ എടുത്തു എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഗൗരവമായ സംഗതിയാണ്. ബാബരി മസ്ജിദിൽ തുടങ്ങി ഗ്യാൻവാബിയിലൂടെ കടന്ന് ഇപ്പോൾ താജ്മഹലിൽ എത്തി നിൽക്കുന്ന സംഘപരിവാർ പ്രൊജക്ടുകൾക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കാരണമാവുകയാണ്. താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ എന്ന ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന വാദം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചരിത്രകാരന്മാർ വ്യാജ ചരിത്രകാരൻ എന്നു എഴുതി തള്ളിയ PN ഓക്ക് എന്ന വ്യക്തിയാണ് 1989 ഈ വാദം ആദ്യമായി താജ്മഹൽ ദ ട്രൂ സ്റ്റോറി എന്ന പുസ്തകത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. വാസ്തവത്തിൽ ചരിത്രത്തെ വെറും ഫാന്റസിയും ഭാവനയുമാക്കി മാറ്റിയ ഒരാളായിരുന്നു ഓക്ക്. അദ്ദേഹത്തിന്റെ മറ്റൊരു ആർഗ്യുമെന്റ് ആയിരുന്നു മക്കയിലെ കഅബ ശിവക്ഷേത്രമാണ് എന്ന രീതിയിൽ അദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇത്തരം വിഷയങ്ങളെല്ലാം, ഇത്തരം വാദങ്ങളെല്ലാം കോടതി മുൻപും തള്ളിക്കളഞ്ഞ ഒന്നായിരുന്നു. ഒന്നാം വാജ്പേയി സർക്കാരിന്റെ കാലത്ത്, അതായത് ഏകദേശം അന്ന് ഈ വാദവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ച സമയത്ത് കോടതി ഇത് പാടെ തള്ളിക്കളഞ്ഞതാണ്. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന വാജ്പേയി ഗവൺമെന്റും പുരാവസ്തു വകുപ്പും കോടതിയിൽ വ്യക്തമാക്കിയത് താജ്മഹൽ ഒരു ക്ഷേത്രമല്ലെന്നും ഇത് കെട്ടുകഥ മാത്രമാണെന്നുമാണ്. പിന്നീട് ആഗ്ര കോടതിയും ഇത്തരം ഹർജികൾ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം രാഷ്ട്രീയ സാഹചര്യം മാറിയ സമയത്ത് തമാശയായി കണ്ട് തള്ളിക്കളയേണ്ട ഇത്തരം കെട്ടുകഥകൾക്ക് ഇന്ത്യൻ കോടതികൾ വീണ്ടും ജീവൻ നൽകുകയാണ്. യാതൊരു തെളിവുകളുമില്ലാത്ത ഇത്തരം ഹർജികൾ സ്വീകരിക്കാൻ കോടതികൾക്ക് ധൈര്യം നൽകിയത് അടുത്ത കാലത്തുണ്ടായ ചില സുപ്രീം കോടതി ഉത്തരവുകളാണ്. ഇന്ത്യയിൽ 1991 ആരാധനാലയ സംരക്ഷണം നിയമം നിലനിൽക്കെ, അതായത് 1947 ഓഗസ്റ്റ് 15 ഒരു ആരാധനാലയം ഏതവസ്ഥയിലായിരുന്നോ അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് ഈ നിയമം. ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഈ നിയമം പാടെ മറന്നിരുന്നു. എന്നാൽ ഗ്യാൻവാബി മസ്ജിദിൽ സർവേ നടത്താൻ അനുമതി നൽകിയതോടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ അപകടകരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെട്ടു. ഒരു കെട്ടിടത്തിന്റെ സ്വഭാവം മാറ്റാനല്ല, ചരിത്രം അറിയാൻ വേണ്ടിയുള്ള സർവേ മാത്രമാണ് എന്ന് പറഞ്ഞ് അന്ന് കോടതി അതിനെ ന്യായീകരിച്ചിരുന്നു. ഒറ്റ വിധിയിലൂടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ചരിത്ര സ്മാരകങ്ങളുടെ അടിയിലും ക്ഷേത്രമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഏത് കീഴ്ക്കോടതിക്കും ഉത്തരവിടാം എന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ താജ്മഹലിന്റെ കേസിലും നമ്മൾ കാണുന്നത്. എന്താണ് ഈ നീക്കങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പരിശോധിക്കാം. ഇന്ത്യക്ക് സമ്പന്നവും പ്രൗഢവുമായ ഒരു മുസ്ലിം ഭരണകാലഘട്ടം ഉണ്ടായിരുന്നു എന്നത് സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തിന് എന്നും ഒരു വലിയ ആഘാതമാണ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ GDP ലോകത്തിന് തന്നെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു എന്നും അവർ ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ച് വിദേശത്തേക്ക് കടത്തിയിട്ടില്ല എന്നും ചരിത്രം പറയുന്നു. ഈ ചരിത്രത്തെ ആദ്യം അവർ സ്കൂളുകളുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും വെട്ടിമാറ്റി. ഇപ്പോൾ അതിന്റെ ജീവിക്കുന്ന തെളിവുകളായ സ്മാരകങ്ങളെ കൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. കുറച്ചു മാസങ്ങളായി ഉത്തരേന്ത്യയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളാണ് കയ്യേറ്റമെന്ന് ആരോപിച്ച് ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുന്നത്. ഒന്നെങ്കിൽ ബുൾഡോസർ, അല്ലെങ്കിൽ കോടതികൾ ഉപയോഗിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുക. ഈ രീതിയിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പള്ളിയുടെയും അടിയിലും ശിവലിംഗം തിരയുന്ന രീതിയിലേക്കാണ് അവരുടെ ചരിത്രത്തെയും അവരുടെ രീതിശാസ്ത്രങ്ങളെയും ഇന്ന് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മഹാസഭയെ പോലുള്ള സംഘടനകളെ മുൻനിർത്തി ഈ പ്രൊജക്റ്റ് അവർ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നുമുണ്ട്. മധുരയിലെ ഷാഹി ഈദ്ഗാഹ്, കുത്തബ് മിനാർ, ഇപ്പോൾ താജ്മഹൽ, ഈ പട്ടിക ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വിഡ്ഢിത്തങ്ങൾ കോടതി കയറുമ്പോൾ രാജ്യാന്തര തലത്തിൽ ഇന്ത്യ എത്രമാത്രം പരിഹാസരാകുന്നു എന്ന കാര്യത്തിൽ ഇവർ ചിന്തിക്കുന്നു പോലുമില്ല. ലോകത്ത് എവിടെയുള്ള മനുഷ്യരും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് താജ്മഹലിൻ്റെതാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഈ സ്മാരകത്തെയാണ് വെറും ഒരു കെട്ടുകഥയുടെ പേരിൽ നമ്മൾ വിവാദത്തിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് ആദ്യമായി UP അധികാരത്തിൽ വന്നപ്പോൾ സംസ്ഥാനത്തെ ടൂറിസം ബുക്ക്ലെറ്റിൽ നിന്ന് താജ്മഹലിനെ മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു. ചരിത്രത്തോടുള്ള ഈ വെറുപ്പ് രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയെയും ആഗോള പ്രതിച്ഛായയും എത്രമാത്രം ബാധിക്കുന്നു എന്ന് ഈ ഭരണകൂടങ്ങൾ ഒരിക്കൽ പോലും ആലോചിക്കുന്നില്ല.
മണ്ണിൽ തുറന്നു നോക്കിയാൽ മനുഷ്യ ചരിത്രത്തിന്റെ പല അടരുകളും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ മണ്ണിലെല്ലാം വർഗീയതയുടെ വിത്തുകൾ പാകി പുതിയ രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്യാൻ നോക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന് കോടതികൾ തന്നെ പച്ചക്കൊടി കാണിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യ കാലമാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്. വാദിയുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് നോക്കി കേസ് പരിഗണിക്കേണ്ട കോടതികൾ തെളിവുണ്ടാക്കാൻ വേണ്ടി പുരാവസ്തു വകുപ്പിനോട് ആവശ്യപ്പെടുന്ന വിചിത്രമായ രീതിക്കാണ് ഇന്ത്യ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് താജ്മഹൽ, നാളെ കുത്തബ് മിനാർ, പിന്നെ മറ്റൊരു ചരിത്ര സ്മാരകം. ഇത്തരത്തിൽ ചരിത്രത്തെയും വർത്തമാനത്തെയും ഒരുപോലെ തകർത്തെറിയുന്ന ഈ ബുൾഡോസർ രാഷ്ട്രീയം നിയമവ്യവസ്ഥയായി തുടർന്നാൽ നാളെ രാജ്യാന്തര തലത്തിൽ ഇന്ത്യ എന്ന മതേതര രാഷ്ട്രീയത്തിന്റെ വിലാസം തന്നെ ഇല്ലാതായി പോകും.